എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരങ്ങളെ കൂപ്പി കണ്ണുകളടച്ച് നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കാം. നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നെറ്റിയിൽ കുരിശ് വരച്ച് ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കടന്നു വരുന്ന 50 ദിനരാത്രങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുഗ്രഹമായിട്ട് തീരുവാനായിട്ട്, നമ്മുടെ ശിരസ് മുതൽ പാദം വരെ വിശുദ്ധിയാൽ നിറയപ്പെടുവാനും, നമ്മുടെ ചുറ്റുമുള്ളവർ വിശുദ്ധിയാൽ ശക്തിപ്പെടുവാനും തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ കരങ്ങളെ കുപ്പി കണ്ണുകളടച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട്, എൻ്റെ ഉള്ളിലെ പുഴുക്കുത്തുകളെ മനസ്സിലാക്കി അവയെ ഉപേക്ഷിക്കുവാനും, നിന്നെ ധരിക്കുവാനും, നിന്റെ സ്നേഹത്തിൽ ആഴപ്പെടുവാനും ഒരനുഗ്രഹം എനിക്ക് തരണമേ. ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് നമുക്ക് ഈ ബലി അർപ്പിക്കാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. മാനവ വൃന്ദങ്ങൾ ഉൽഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗത്തെന്നതുപോലുലകിൽ നിഞ്ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പശ്ചാത്തപിക്കുന്ന പാപികളെ കാരുണ്യപൂർവ്വം സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സന്നദ്ധയിൽ നിൽക്കുന്ന പാപികളായി ഞങ്ങളെ ദയാപൂർവ്വം തൃക്കൻ പാർക്കണമേ. വിനീത ഹൃദയനായ ചുങ്കക്കാരനെ പോലെ അങ്ങയുടെ അനുഗ്രഹത്തിന് ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന നോമ്പ് അനുതാപത്തിലേക്കും മനസ്സാന്ദ്രത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും ഞങ്ങളെ നയിക്കട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഞങ്ങളുടെ പാപങ്ങൾ പശ്ചാത്താപത്തിൻ്റെ കണ്ണീരാൽ കഴുകിക്കളയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും സഹായിക്കണമേ. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി പരിഹാരത്തിൻ്റെയും കർഞ്ഞതയുടെയും ഈ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് നിവസിക്കും? കർത്താവേ, അങ്ങയുടെ വഴികൾ അന്വേഷിക്കുവാനും തിരുവചനത്താൽ നയിക്കപ്പെടുവാനും കൃപ ചെയ്യണമേ. അങ്ങയുടെ ഹിതം മനസ്സിലാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. കരകൂടാതെ വ്യാപിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും കൂട്ടുകാരോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരായി കൈക്കൂലി വാങ്ങാത്തവനും പ്രകോപിപ്പിക്കുന്നവനെ വിഗണിക്കുന്നവനും
കർത്താവിന്റെ ഭക്തരെ മാനിക്കുന്നവനും അയൽക്കാരനോടുള്ള പ്രതിജ്ഞ ലംഘിക്കാത്തവനും പണം പലിശയ്ക്ക് കൊടുക്കാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും ഇവ ചെയ്യുന്നവൻ നീതിമാനാകുന്നു, അവൻ ഒരിക്കലും ഇളകുകയില്ല. ദൈവമേ, എന്നെ കാത്തരുളണമേ, എന്തെന്നാൽ നിന്നിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. നീയാണ് എന്റെ നാഥനെന്നും എന്റെ നന്മ നിന്നിൽ നിന്നാണെന്നും കർത്താവിനോട് ഞാൻ പറഞ്ഞു. ഭൂമിയിലുള്ള പരിശുദ്ധരും ശ്രേഷ്ഠരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്നും അന്യദേവന്മാരെ അനുഗമിക്കുന്നവരുടെ ദുരിതങ്ങൾ ഏറിക്കൊണ്ടിരിക്കും. അവർക്ക് ഞാൻ രക്തബലി അർപ്പിക്കുകയില്ല, അവരുടെ നാമം ഞാൻ ഉരുവിടുകയില്ല. അവന്റെ അവകാശവും പാനപാത്രവും മായ കർത്താവേ, എന്റെ ഓഹരി എനിക്ക് തിരിച്ചു തന്നു. നല്ല സ്ഥലത്താണ് എനിക്ക് അളവുചങ്ങല വീണത്, എന്റെ ഓഹരി എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഉപദേശം നൽകിയ കർത്താവിന് ഞാൻ വാഴ്ത്തും. രാത്രിയാമങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ പഠിപ്പിച്ചു. കർത്താവിനെ ഞാൻ സദാ കൺമുൻപിൽ ദർശിച്ചു. ഞാൻ ഇളകാതിരിക്കേണ്ടതിന് അവന്റെ വലതുഭാഗത്തുണ്ട്. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, ഉള്ളം ആഹ്ലാദിക്കുന്നു, ശരീരം ശാന്തമായി വസിക്കുകയും ചെയ്യും. എന്നാൽ നീ എന്നെ പാതാളത്തിൽ ഉപേക്ഷിച്ചില്ല, നിന്റെ പരിശുദ്ധനെ ജീവിക്കുവാൻ അനുവദിച്ചതുമില്ല. ജീവന്റെ മാർഗം നീ എന്നെ കാണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവ് എൻ്റെ ഓഹരിയും പാനപാത്രവുമാകുന്നു. അവിടുന്ന് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. എൻ്റെ ഭാഗവതയും അവിടുത്തെ കരങ്ങളിലാകുന്നു. അവിടുന്ന് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവുമുതൽ പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ധൂപം അങ്ങയുടെ മഹനീയ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ഇത് അങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ അജഗണത്തിന്റെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധ ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഒന്നാം വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ടവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോടാര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നു. അവൻ പറഞ്ഞു, അങ്ങ് എനിക്കും കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലിയുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ എഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ഠതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കു കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിൽ വേർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന യോനായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക, ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക.
കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കുവാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനവെ മുഴുവനും ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്: മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന് അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സ് മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ദൈവമായ കർത്താവിന് സ്തുതി. സർവശരാശരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. നിത്യപിതാവിനും സ്തുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ.
ഹല്യ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകം ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന, അധ്യായം 12 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുതേ, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുതേ. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനപരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും, ശുശ്രൂഷാപരം ശുശ്രൂഷ നിർവഹണത്തിലും, അധ്യാപനപരം അധ്യാപനത്തിലും, ഉപദേശപരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമതായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5 വാക്യങ്ങൾ 1 മുതൽ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്ന് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി തന്നെ ഏവർക്കും വിഭൂതി തിരുനാളിൻ്റെ, കുരിശുവര പെരുന്നാളിൻ്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുവിൻ എന്ന പ്രാർത്ഥനയോടെ വിഭൂതി തിരുനാളില് നമ്മുടെയൊക്കെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നു. ചിലപ്പോഴെങ്കിലും ഈ പ്രാർത്ഥന കേൾക്കുകയും ഈ കുരിശുവരയുടെ സ്പർശനം നെറ്റിയിൽ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഉള്ളം ചിലപ്പം ഒന്ന് പിടഞ്ഞെന്ന് വരാം. ചിലപ്പോൾ ഒരു നിമിഷം ജീവിതത്തിന്റെ ഹ്രസ്വതയെക്കുറിച്ചും ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചുമൊക്കെ മനുഷ്യൻ മനസ്സിൽ ഓർത്തെന്നും വരാം. പ്രിയമുള്ളവരെ, ഒരു വർഷം കൂടി ദൈവം നമുക്ക് തന്ന് ഒരു വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അതിൻ്റെ കവാടത്തെങ്കിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന നിമിഷമാണ് ഇത്. സ്വയം വിശുദ്ധീകരിക്കുവാനും വിശുദ്ധിയുടെ കൃപയെ അപരന്റെ ജീവിതത്തിലേക്ക് കൊടുക്കുവാനും ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. ഇന്നത്തെ വായനകളിലൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി, ചാക്കൊടുക്കുന്നതിനെ കുറിച്ചും ചാരം പൂശുന്നതിനെ കുറിച്ചും ഉപവാസത്തെ കുറിച്ചുമൊക്കെ. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം. രണ്ട് കാര്യങ്ങൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. ഒന്നാമതായിട്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പ്രകാരം നമ്മോട് പറയുകയാണ്, നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ ആത്മാവിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ
വരുന്നു. പ്രിയമുള്ളവരെ, ആത്മാവിന്റെ പ്രവർത്തനങ്ങളാൽ നിറയപ്പെട്ടുകൊണ്ട് ആത്മീയ മനുഷ്യരായിട്ട് ജീവിക്കുവാനായിട്ട് ഈശോനാഥൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. വിഭൂതി തിരുനാളിൽ നായിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപത്തെയും പാപത്തിന്റെ മാർഗങ്ങളെയും വെറുത്തുപേക്ഷിക്കുവാനായിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് ഒരു വിശുദ്ധിയുടെ നിറവിനെ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ജീവിതത്തിന്റെ അന്ധകാരത്തിന്റെ വഴികളെ വിട്ടകലുവാനായിട്ട് എൻ്റെ ജീവിതത്തില് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന തിന്മകളിൽ നിന്ന് ഒരു ഉപേക്ഷാഭാവത്തെ സ്വന്തമാക്കുവാനായിട്ട് എന്നിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി യേശു ക്രിസ്തുവിനെ ധരിക്കുവാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 3 മേഖലകളില് പാപത്തിന്റെ മാലിന്യത്തെ തുടച്ചു നീക്കുവാനായിട്ട് സാധിക്കണം. ഒന്നാമതായിട്ട് ശരീരത്തിന്റെ മേഖല, പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധമാക്കുവാനായിട്ട്. പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ മൂലം എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള പാപത്തിന്റെ ബന്ധനങ്ങളുണ്ട്. ആ ബന്ധനങ്ങളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് കെട്ടഴിച്ചു വിടുവാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം. പലപ്പോഴും ജീവിതയാത്രയിൽ നമ്മളത് പരിശോധിച്ച് നോക്കുകയെ, പാപത്തിന്റെ സുഖങ്ങളിൽ ജീവിക്കുവാനായിട്ട്, പാപം തരുന്ന സൗഭാഗ്യങ്ങളുടെ പിന്നാലെ പരക്കം പായുവാനായിട്ട്, പാപം കാണിച്ചു തരുന്ന വഴികളെ കൂടുതൽ ഇഷ്ടപ്പെടുവാനായിട്ടുള്ള ഒരു വെമ്പല് മനുഷ്യന്റെ ഹൃദയത്തിൽ പലപ്പോഴും സംഭവിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു വിശുദ്ധിയുടെ നിറവ് പഞ്ചേന്ദ്രിയങ്ങളിൽ, ശരീരത്തിന്റെ മേഖലയിൽ ഒരു വിശുദ്ധിയുടെ നിറവിനെ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പറ്റണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉപവാസവും പരിത്യാഗ പ്രവർത്തികളും. ഉപവാസവും പരിത്യാഗ പ്രവർത്തികളും എൻ്റെ ശരീരത്തിൽ വന്നു ചേർന്ന പാപത്തിന്റെ ബന്ധനത്തെ അതിൽ നിന്ന് വിടുതൽ നേടുവാനായിട്ട്, ഉപവസിക്കുവാനായിട്ട്, പരിത്യാഗ പ്രവർത്തികളിലൂടെ മുന്നേറുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. ഞാൻ ബാംഗ്ലൂർ സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സീനിയർ വൈദികര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഇവിടെയുള്ള വരാന്തകൾക്കൊക്കെ ഒരു രക്തത്തിന്റെ മണമുണ്ട്. ഇവിടെയുള്ള വരാന്തകൾക്കൊക്കെ ഒരു രക്തത്തിന്റെ മണമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കാരണം? 2ാം വത്തിക്കാൻ കൗൺസിലിന് മുൻപ് ഓരോ വൈദികരും ഓരോ സന്യസ്തരും തങ്ങളുടെ തന്നെ ശരീരത്തിലെ ചാട്ടവാറ് കൊണ്ട് അടിച്ച് മുറിവേൽപ്പിക്കുകയും രക്തം തെറിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ശരീരത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സന്യാസവ്രതങ്ങളെ അതിൻ്റെ വിശുദ്ധിയിൽ കാത്തു പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രിയമുള്ള ദൈവജനമേ, ഉപവാസത്തിന്റെ പ്രാശ്ചിത്തത്തിന്റെ വഴിയിലൂടെ നമ്മുടെ തന്നെ ജീവിതങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിച്ചില്ലെങ്കിൽ ആർക്ക് വിശുദ്ധീകരിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കും? എൻ്റെ ശരീരത്തെ ഞാൻ വിശുദ്ധീകരിച്ചില്ലെങ്കിൽ, ഒന്ന് ചിന്തിച്ചു നോക്കണം. ശരീരത്തിന്റെ മേഖലകളിൽ വന്നു ചേരുന്ന, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ മൂലം വന്നു ചേരുന്ന പാപത്തിന്റെ ബന്ധനങ്ങളല്ലേ പലപ്പോഴും ദൈവകൃപയെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്നത്. രണ്ടാമതായിട്ട് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മനസ്സിനെ വിശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കണം. ഈ കാലഘട്ടത്തിൽ സാത്താന്റെ ഏറ്റവും വലിയ പണിപ്പുര എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സാണ്. അവന്റെ ആഗ്രഹങ്ങള്, അവന്റെ അഭിലാഷങ്ങള്, അവന്റെ ചിന്തകള്.
അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ അഭിലാഷങ്ങൾ, അവൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കുവാനായിട്ട്, നന്മയെ ചിന്തിക്കുവാനായിട്ട്, നന്മയായിട്ടുള്ളതിന് വേണ്ടിയിട്ട് ജീവിതത്തെ ഒരുക്കുവാനായിട്ട്, നന്മയുടെ സ്വപ്നങ്ങളെ ജീവിതത്തിൽ കാണുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. പലപ്പോഴും ഇന്ന് ആളുകൾ പറയാറുണ്ട്, അച്ഛാ പലപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ദുർസ്വപ്നങ്ങളുടെ ഒരു നീണ്ട നിരയാ ജീവിതത്തിൽ. നമ്മൾ ചിന്തിക്കണം, പലപ്പോഴും ഈ ഒരു മനസ്സിൻ്റെ വിശുദ്ധിയുടെ മേഖലകൾ, മനസ്സിനെ ഒന്ന് വിശുദ്ധീകരിക്കുവാനായിട്ട്, ദൈവത്തോട് ചേരുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് പറ്റണം. മൂന്നാമതായിട്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിനെ നമ്മൾ വിശുദ്ധീകരിക്കണം. എൻ്റെ ആത്മീയ മേഖലകളിലേക്ക് ഒരു വിശുദ്ധിയെ കൊണ്ടുവരുവാനായിട്ട് കുദാശകളുടെ സ്വീകരണത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ എൻ്റെ ആത്മാവിന് ആവശ്യമായ ആത്മീയ ഭക്ഷണത്തെയും പാനീയത്തെയും കൊടുക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. നമ്മളൊന്ന് നോക്കിക്കേ, ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഹെൽപ്പ് ടിപ്പുകളാണ് വരുന്നത്. എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, എങ്ങനെ വെയിറ്റ് കൂട്ടാം, എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം, ഒക്കെയുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണാത്ത ഒന്നുണ്ട്, എൻ്റെ ആത്മാവിൻ്റെ പോഷണത്തിന് ഉതകുന്ന എത്രമാത്രം ടിപ്പുകൾ നമ്മൾ ജീവിതത്തിൽ സ്വന്തമാക്കുന്നുണ്ട്. ഒരു ദിവസം എക്സർസൈസ് മുടക്കിയാൽ ഭർത്താവിനെ ഭാര്യ വഴക്ക് പറയും. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ജപമാല ചൊല്ലാത്തതിൻ്റെ പേരിൽ, ഒരു ദിവസം പ്രാർത്ഥിക്കാത്തതിൻ്റെ പേരിൽ എത്ര ജീവിത പങ്കാളികൾ വഴക്ക് പറയാറുണ്ട്, പരാതിപ്പെടാറുണ്ട്. നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കണം, ആത്മീയ മേഖലയിലേക്ക് ദൈവത്തിൻ്റെ കൃപയെ ചേർത്ത് വയ്ക്കുവാനായിട്ട്, ആത്മീയ മേഖലകൾ ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണം, രണ്ടാമതായിട്ട് ഒരു വലിയ ദൗത്യം നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ കൂടെയായിരിക്കുന്നവരുടെ വിശുദ്ധീകരണം. വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. വിശുദ്ധരുടെ ജീവിതത്തിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും സന്തോഷവും എന്ന് പറയുന്നത് ആത്മാക്കളുടെ രക്ഷയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ ആയിരിക്കുന്നവരെ വിശുദ്ധിയുടെ വഴിയിലേക്ക് ഒരു പടി കൂടി കൈപിടിച്ചുയർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അത് ജീവിത പങ്കാളിയാകാം, മക്കളാകാം, മാതാപിതാക്കന്മാരാകാം, സഹോദരന്മാരാകാം, ബന്ധുമിത്രാദികളാകാം, സുഹൃത്തുക്കളാകാം, ആരുമായിക്കോട്ടെ. മറ്റൊരാളെ കൂടി ഈ നോമ്പ് കാലഘട്ടത്തിൽ വിശുദ്ധിയുടെ കൈപിടിച്ച് പടി ചവിട്ടി കയറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് വലിയൊരു ഉത്തരവാദിത്വമാണ്, ദൗത്യമാണ്. എപ്രകാരം? നമുക്കറിയാം, നമ്മൾ ഉപദേശിച്ചത് കൊണ്ട് ഒരു മനുഷ്യനും നന്നാകാൻ പോകുന്നില്ല. നമ്മൾ ഉപദേശിച്ചത് കൊണ്ട് ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ മാറ്റം സംഭവിക്കുവാനായിട്ട് പോകുന്നില്ല. വളരെയേറെ പ്രയാസം. 100 പേരോട് പറഞ്ഞ 10 പേർക്ക് സംഭവിച്ചാൽ അത് ദൈവാനുഗ്രഹം എന്ന് ഞാൻ പറയും. പക്ഷേ 100 പേർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ 90 പേരുടെയും ജീവിതത്തിൽ ഈ കൃപയെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ മനസ്സാന്തരത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത് ജീവിക്കുക. മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ പശ്ചാത്താപത്തിൻ്റെ വഴിക്ക് വേണ്ടിയിട്ട് ഞാൻ ത്യാഗം ചെയ്യുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അതാണ്. നമ്മുടെ കൂടെയായിരിക്കുന്നവരുടെ ആത്മാവിൻ്റെ രക്ഷ. പ്രിയമുള്ളവരെ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ച കാലഘട്ടത്തിൽ എൻ്റെ ദൈവജനത്തോട് ഞാൻ പറയുക, നമ്മുടെ കൂടെയായിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തീക്ഷ്ണമായിട്ട് പരിശ്രമിക്കണം. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഉപവസിക്കുവാനായിട്ട്,
അവർക്ക് വേണ്ടിയിട്ട് മുട്ടയിൽ നിന്ന് കുരിശിന്റെ വഴി ചൊല്ലി പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. പ്രത്യേകിച്ചും ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പറഞ്ഞാൽ പലരും കുമ്പസാരിക്കണമെന്നില്ല, നമ്മൾ പറഞ്ഞാൽ പലരും കുരിശിന്റെ വഴിക്ക് കൂടണമെന്നില്ല, നമ്മൾ പറഞ്ഞാൽ പലരും ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്നോ അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്നോ ഇല്ല. പക്ഷേ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് തമ്പുരാന്റെ പക്കല് മുട്ടയിൽ നിന്ന് കരം വിരിക്കുവാനും ഒരു തുള്ളി കണ്ണീരൊഴുക്കുവാനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കും. പ്രിയമുള്ള ദൈവജനമേ, ആ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ കൺമുൻപിൽ ദൈവം കാണിച്ചു തരുന്ന ഒന്നാണ്. എനിക്കെൻ്റെ ജീവിത അനുഭവത്തിൽ പറയാനായിട്ട് സാധിക്കും. മുട്ടയിൽ നിന്നുകൊണ്ട് കരം വിരിച്ച് കണ്ണീരൊഴുക്കി അപരന്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട്, അപരന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നിന്റെ ഉള്ളു പെടഞ്ഞ് നീ പ്രാർത്ഥിച്ചോ, ദൈവം നിന്റെ കൺമുൻപിൽ അത് കാണിച്ചു തരും. ഏത് വലിയ തിന്മയുടെ ബന്ധനത്തിലായിക്കോട്ടെ, ഏത് വലിയ തകർച്ചയുടെ നടുവിലായിക്കോട്ടെ, ഏത് വലിയ അന്ധകാര ശക്തിയുടെ പിടിയിലായിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. വചനം നമ്മോട് പറയുകയാണ്, നിന്നെ രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ തീക്ഷ്ണമായിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, നീ ഒച്ച കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട്, നിന്റെ ചെവിയിൽ മുഴങ്ങുന്ന ഒച്ചയുടെ ഉടമയ്ക്ക് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്ന സമയം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ ആ വ്യക്തിയിൽ അനുഭവിക്കുവാനായിട്ട് നിനക്ക് സാധ്യമാകും. നീ തീക്ഷ്ണമായിട്ട് ഒന്ന് ഉള്ളു ഉരുക്കുവാനായിട്ട് തയ്യാറാക്കണം. ഉള്ളുരുക്കുവാനായിട്ട് പരാതിപ്പെട്ട് ഓടാനല്ല അച്ഛൻ പറയുന്നത്. വീടിന്റെ അകത്തളത്തില് മുട്ടുകുത്തി നിന്റെ കണ്ണീര് കൊണ്ട് നിന്റെ വീടിന്റെ തറ നനയണം. ആ കണ്ണീരിന്റെ മുകളില് നിന്റെ പ്രിയപ്പെട്ടവര് ചവിട്ടി നടക്കണം. ആ നടന്നു നോക്കുകയെ അത് അഗ്നിയ കത്തി ജ്വലിപ്പിക്കുകയും കത്തിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്യും. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയൊക്കെ ഈ വലിയ നോമ്പിന്റെ ആചരണം ഏറ്റവും വലിയ ദൈവകൃപയാൽ നിറയപ്പെടുവാനായിട്ട് സാധിക്കണം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ടൊന്ന് വിശുദ്ധീകരിക്കുവാനായിട്ട്, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധീകരിക്കുവാനായിട്ട്, അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് ഒരു വലിയൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. എൻ്റെ കൂടെ ജീവിക്കുന്നവര്, എൻ്റെ ചുറ്റുമായിരിക്കുന്നവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ കഠിനാധ്വാനം ചെയ്യും. ഒരാത്മാവിനെയെങ്കിലും ഈ നോമ്പ് കാലഘട്ടത്തിൽ നേടിയെടുക്കുവാനായിട്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കെങ്കിലും എൻ്റെ പ്രാർത്ഥന കൊണ്ട് കൃപയെ കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കും എന്നൊരു ഉറച്ച ബോധ്യത്തോടു കൂടെ നമുക്കായിരിക്കാം. ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങേ തിരുസന്നദ്ധയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുന്നു. ഈശോനാഥ, ഞങ്ങൾ വലിയ നോമ്പിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണല്ലോ. ഈശോയെ, നെറ്റിയിലല്ല ഞങ്ങൾ ചാരം പൂശുന്നത്, മറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിലാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഹ്രസ്വതയും ശൂന്യതയും ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോനാഥ, യഥാർത്ഥമായൊരു അനുതാപത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് കണ്ണീരൊഴുക്കുവാനും ഒന്ന് വിശുദ്ധീകരിക്കുവാനും വിശുദ്ധിയെ പകർന്നു കൊടുക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഭസ്മം വെഞ്ചരിക്കുന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ കൂപ്പുക.
വലകൾ വിരിച്ചവയിൽ വീണു കുഴങ്ങി ഞാൻ, വീണു കുഴങ്ങി ഞാൻ. വലകൾ തകർത്തെന്നാഥാ നീ രക്ഷയെനിക്കു കനിഞ്ഞരുളി. പാവനമാതവ കൽപ്പനകൾ ലംഘിച്ചേറ്റം ദുർബലനായി വീണ്ടും ഞാൻ വലയിൽ വീണല്ലോ. വീണ്ടും ഞാൻ വലയിൽ വീണല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിന്റെ കൃപയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. മാമോദീസ വഴി ഞങ്ങളെ വിശുദ്ധീകരിച്ച് മുദ്രിതരാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിന് മരിച്ച് നിനക്കായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുതാപത്തിന്റെ വസ്ത്രം ധരിച്ചും ശിരസിൽ ചാരം പൂശിയും അനുതാപം പ്രകടിപ്പിച്ച നിനവേക്കാരെ ജീവന്റെ വഴിയിലേക്ക് നയിച്ച കർത്താവേ, ഈ നോമ്പുകാലം ഞങ്ങൾക്ക് മനസ്സാന്തരത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും അവസരമായി തീരട്ടെ. ഞങ്ങൾ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും ഞങ്ങൾ അറിയുന്നു. പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പശ്ചാത്താപത്തിന്റെ ബാഹ്യചിഹ്നമായി ഞങ്ങൾ പൂശുവാൻ പോകുന്ന ഈ ഭസ്മം ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ 2 ലൈനായിട്ട് നിൽക്കുക. ചാരംപൂശൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് 2 ലൈനായിട്ട് നിൽക്കുവാനായിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. തിക്കും തിരക്കും ആരും കൂട്ടേണ്ട, സാവകാശം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കും.
നീ മണ്ണാകുന്നു. മണ്ണിലേക്കു മടങ്ങുന്നു നാം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ.
നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സ്തോത്ര കാഴ്ചയുടെ സമയമാണ്. നിങ്ങൾക്കറിയാം, ഇത്രയും കാലം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം പോലും സ്തോത്ര കാഴ്ച എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറയുകയാണ്. നിങ്ങൾ സാധിക്കുന്നത് പോലെ സ്തോത്ര കാഴ്ച നൽകുവാനായിട്ട് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. ഒത്തിരി ചിലവുകൾ, ഹോളിൻ്റെ റെൻറ്റും ഒക്കെ ആയിട്ടുണ്ട്. എല്ലാം ഒത്തിരി കൂടി. അപ്പോൾ സാധിക്കുന്നത് പോലെ സ്തോത്ര കാഴ്ചയ്ക്ക് എല്ലാവരും സഹകരിക്കുമല്ലോ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമസ്തലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലിത്തയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. 40 രാവും 40 പകലും ഉപവസിച്ച് ഞങ്ങൾക്ക് മാതൃക നൽകിയ കർത്താവേ, കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനും ദൈവരാജ്യം സ്ഥാപിക്കാനുമായി ഭൂമിയിലേക്ക് വന്ന കർത്താവേ, കർത്താവേ കരുണയുണ്ടാകണമേ. വിശക്കുന്നവരുമായി അപ്പം പങ്കിടുന്നതിനും നഗ്നരെ വസ്ത്രം ധരിപ്പിക്കുന്നതും ഭവനരഹിതർക്ക് പാർപ്പിടം നൽകുന്നതും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുന്നതുമാണ് യഥാർത്ഥ ഉപവാസം എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദുഷ്ടതയുടെ കെട്ടുകൾ അഴിക്കുകയും അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നതാണ് നീ ആഗ്രഹിക്കുന്ന ഉപവാസമെന്ന് പ്രവാചകൻ വഴി ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പാപികൾ നശിക്കണമെന്ന് ആഗ്രഹിക്കാതെ അവരെ നേർവഴിക്ക് തിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പശ്ചാത്താപം പ്രകടിപ്പിച്ച് കളന് സ്നേഹപൂർവ്വം മാപ്പ് നൽകിയ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പശ്ചാത്താപിക്കുന്ന പാപിയെ പറ്റി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രകൃതിയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുകയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അവ വിനിയോഗിക്കുവാൻ ഞങ്ങളെ ബലമേൽപ്പിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവരാജ്യവും അതിന്റെ നീതിയും ആദ്യം അന്വേഷിക്കുവേൻ, അപ്പോൾ മറ്റുള്ളവയെല്ലാം ലഭിക്കുമെന്ന് ഞങ്ങളെ ഉപദേശിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സൺഡേ സ്കൂൾ അധ്യാപകർ കുട്ടികളുടെ അടുത്ത് നിൽക്കുക. കുട്ടികൾ വർത്തമാനം പറയാതിരിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കുകയും ചെയ്യുക. കരങ്ങളെ കൂപ്പി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നോമ്പ് ഏറ്റവും വലിയ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കാത്ത അനേകം മക്കളുണ്ട് നമ്മുടെ ചുറ്റും. പലവിധ കാരണങ്ങൾ കൊണ്ട് അവരെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, ആത്മപരിത്യാഗത്തിന്റെയും ഹൃദയ പരിവർത്തനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഈ നോമ്പുകാലത്ത് ഞങ്ങളെ സഹായിക്കണമേ. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരോടൊപ്പം തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങളും പങ്കുചേരട്ടെ. പ്രാർത്ഥനയും ഉപവാസവും പരസ്പര സ്നേഹപ്രവർത്തനങ്ങളും വഴി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും ജീവിതത്തിലെ കുരിശുകൾ സഹിച്ച് സ്വർഗോന്മുഖരായി ജീവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരയെ നിങ്ങൾ കയ്യപ്പനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തന് കഠിനമായ പീഡ അനുഭവിച്ച്
വീണ്ടെടുത്ത ശകനമായ പരിസ്ഥിതി കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായ ഒന്നായിരുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പോഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരം ബലഹീനമായി ഞങ്ങളെ ഇങ്ങ് കാരണരകത്തെ യോഗ്യരാക്കി. കർത്താവ് അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യം അനുഗ്രഹവും ഞങ്ങളുടെ അങ്ങ് തിരഞ്ഞെടുത്ത് ഈ ജനത്തിന്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കുറഞ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. രാജാവാം ദൈവം
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടികൾക്കും മുമ്പുള്ള സത്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് കൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്കും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരി കുർബാനയുടെ കരങ്ങൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ശിക്ഷകൾ ഏറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിസമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരക്തനാദിവ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെയും കാരുണ്യരഹിത യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സഹിതം ഉറച്ച വിശ്വാസത്തെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കുറഞ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് വീക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ.
ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു. സമാധാനം നമ്മോടുകൂടെ. പ്രത്യേകം ഒരറിയിപ്പ് ശ്രദ്ധിക്കുക. ഫുട്പാത്തിൽ വണ്ടി ഇട്ടിരിക്കുന്നവർ ഉടനെ തന്നെ സെക്യൂരിറ്റി റീസൺ കാരണം അത് മാറ്റണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരങ്ങളുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദരംഗസ്ഥതയും എല്ലാ നാവുകളിൽ നിന്ന് കൃതയും എല്ലാ സൃഷ്ടിയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നല്ലെങ്കിൽ ലോകത്തെയും അതിൽ സകലത്തെയും കണ്ട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിരായിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോദരങ്ങെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുപകളുമായ സ്വർഗേസനിൽ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുപകളുമായ കൃപന്മാരും സഭന്മാരും ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ.
കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കരുതുന്നത് സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവനും ബലഹീനമാകുലമായ ദാസർ അവിടുന്ന് നാം ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആശ്രയിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവ് ഇങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുകയും നിങ്ങൾ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിശുവായി ഞങ്ങളെ സമുദ്രിക്കാൻ മുദ്ര ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശുദ്ധ പരാശരയുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായി അനുഗ്രഹത്തെ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കുറഞ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരുപാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും തോമസ് മെത്രാനും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതാത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, അധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെ രക്തസാക്ഷികളെയും അന്തകരുടെ ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധി പരിചയമാവിധം വർദ്ധിച്ച നീതിമാന്മാരെ വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. നിശ്ചിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെയും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി പിറ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നുവോ, ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന അവർക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരൻ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിൽ അർപ്പിക്കപ്പെടുന്നു. ജീവിതകാലം വഴി അങ്ങയുടെ ശാന്തിയും സമാധാനങ്ങൾക്ക് നൽകണം. അങ്ങ് മാത്രം യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചെന്ന് ഉപവാസം എല്ലാവരും അറിയട്ടെ. നല്ല കർത്താവും ദൈവം മിശിഹാവും ജീവിതായും സുവിശേഷം വഴി വിശ്വമാമതേ സരസ ജീവവും ജീവിതായും അടയാളത്തെ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യം വിശുദ്ധിങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്യങ്ങൾ ആദർശനമായ ഈശോ മിശിഹായുടെ അനുഭവത്തിനും മരണ സംസ്കാരത്തിനും ഉദ്ധാനത്തിനും
മകനെ ഭവിജനകവും പരിശുദ്ധവും ജീവദായകം ദൈവമായ രഹസ്യത്തെ സന്തോഷത്തിനെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായതിരോറും പ്രാർത്ഥിക്കുവേൻ, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരീശ്വര ഉയർപ്പല പ്രതി ആശിക്കുന്നതിനെ പ്രീതിപ്പത്തിൽ ആവണം ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനെയും വിസ്മയം രക്ഷാപത്തെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യമായ രക്ത രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷവും പ്രത്യാശയും കൂടെ ഞങ്ങൾ അങ്ങേക്കർന്നത് അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ നാദരാൽ ഞങ്ങളർപ്പിക്കുന്നു. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴുമെന്നേക്കും. സ്വർഗവാസിൽ സമാധാന ഭൂവാസിൽ പ്രത്യാശയമായ മിശിഹായി ലോകത്തിന്റെ നാനാഭാഗങ്ങളും വിശേഷ പരിശുദ്ധോലിക്ക സഭയിൽ ശാന്തിയും സമാധാനം പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തെ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരെ അഭിനിശ്ചയം തലച്ചുതിരക്കണമേ. വിനയത്തിനും ദൈവത്തിനും സമാധാനം ശാന്തമായി ജീവിതಕ್ಕೆ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവ്, ഞങ്ങൾക്കല്ല നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിന് രസമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. സസ്യങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും നാഥ ശ്രേഷ്ഠ പുരോഹിതൻ അഹ്റോൻ വാഗ്ദാന പരകത്തിന്റെ താൽക്കാലിക കൂടാത്ത ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപം അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. പിതാവുമുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴി അങ്ങേ സ്നേഹ ദിവ്യപരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നല്ലിടെ എനിക്കറിയാവുന്ന പറഞ്ഞുകൂടാത്ത എൻ്റെ കടങ്ങൾ പൊറുക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മകനെയും വിശുദ്ധമായ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരണ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, അവിടുത്തെ തിരുക്കല്ലറയുടെ സദൃശ സിംഹാസന ബലിപീഠത്തെയും പാമോച ദൃശ്യരക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കുന്ന കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, നിങ്ങൾ തീർത്തും യോഗ്യരാകുന്നു. എങ്കിലും സ്വർഗം പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരണം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നതിന് മരിക്കുകയില്ല, പ്രത്യുത പാപമോചനക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവിക്കും വീടുമവൻ സ്വർഗ്ഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരത്നങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനന്താപത്തിന് അളവാകുന്ന ശരണത്തോടെ അവരാകുന്ന പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളെ പ്രാതലും കാര്യമുറ ക്ഷമിക്കണമേ. മഹോന്നതയുമായി അങ്ങേ സകലത്തെ സകല വിശ്രമം വിശ്വസിക്കാൻ ഞാൻ അതിരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപുറം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നദ്ധ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നബുധനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ശരങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരനായ ദൈവമേ, കൃപാവനങ്ങളെ പിതാവങ്ങളുടെ കാരണം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത്. ദുഷ്ടാരൂപിയെന്നവന്റെ സൈന്യങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. നമ്മുടെ രക്ഷകനായ മിശിഹാ നമുക്കായി ആത്മീയ വിരുന്നൊരുക്കിയിരിക്കുന്നു. ഭക്തഭക്തങ്ങളോടെ സ്നേഹത്തോടും കൂടി നമുക്ക് അവിടുത്തെ സമീപിക്കാം. അവിടുത്തെ ശരീരവും രക്തവും നമുക്ക് സ്വീകരിക്കാം. അവിടുന്ന് നമ്മിൽ സമൃദ്ധനാകട്ടെ. ഹല്ലേലൂയ പാടിക്കൊണ്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് ആരാധിക്കാം. നമ്മെ ജീവിതർദ്ദാവിശ്വമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. വരുവിൻ, പാപകറകൾ കഴുകിക്കളയുന്ന ഉപവാസവും പ്രായശ്ചിത്തവും വഴി ആത്മീയ ശക്തി പ്രാപിക്കാം. ഭയഭക്തിയോടും സ്നേഹത്തോടും കൂടെ അവിടുത്തെ ശരീര രക്തങ്ങൾ സ്വീകരിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനം കാരണമാകട്ടെ. ആശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷ്യത്തിന് ശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ക്ഷാമതി കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയെ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. ഞങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിഹരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ജീവദായകമായ അങ്ങയുടെ വചനം സ്വീകരിച്ച് പാപബോധത്തിലും പരിഹാര മനോഭാവത്തിലും വളരുവാനും തിരുശരീരങ്ങൾ ഉൾക്കൊണ്ട് നിത്യജീവൻ അർഹരാകുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങയുടെ ഈ ദാനത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ അശക്തരങ്ങളാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പാപങ്ങൾ പൊറുക്കുന്നവനും രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനുമായ മിശിഹായെ, പശ്ചാത്താപത്തോടെ നിന്റെ പക്കൽ അണഞ്ഞ് ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ കാരുണ്യം എന്നും പ്രകീർത്തിക്കുവാൻ ഞങ്ങൾ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും ജീവന്റെ പൂർണ്ണത ഉൾക്കൊള്ളണമെന്നും ആഗ്രഹിക്കുന്ന കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തെ നവീകരണ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ച അങ്ങയുടെ അനന്തകാരുണ്യങ്ങൾ വാഴ്ത്തുന്നു. അവിടുന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും അനുതാപത്തിന്റെയും മനസ്സാന്തരത്തിന്റെയും സന്ദേശം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. സ്വർഗരാജ്യത്തിന്റെ നീതി എപ്പോഴും അന്വേഷിക്കുവാനും പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും പരസ്നേഹത്തിന്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ദൈവത്തിന്റെ ജനമേ, ദൈവവചനത്തിൽ ആശ്രയിച്ച് പ്രലോഭനങ്ങളെ ജയിച്ച് ആത്മീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ മിശിഹായുടെ കുരിശ് നിങ്ങളെ ശക്തരാക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.